ക്യാപ്റ്റൻ ത്രയമായ നെവിൻ, ആര്യൻ, അക്ബർ എന്നിവർ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ പ്രകടിപ്പിച്ച ചില സവിശേഷ ഗുണങ്ങളും അവർ ക്യാപ്റ്റൻ സ്ഥാനത്ത് തുടരാൻ അർഹതയുള്ളതിനുള്ള ഒരു കാരണവും താഴെ നൽകുന്നു. 1. പ്രത്യേക ഗുണം, യുണീക് ക്വാളിറ്റി. മുൻ ക്യാപ്റ്റന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഈ ത്രയത്തിൽ കാണുന്ന ഒരു പ്രധാന ഗുണം പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള കൊളാബറേറ്റീവ് ശക്തമായ ഗെയിം സ്ട്രാറ്റജിയാണ്. അക്ബർ, നെവിൻ, ആര്യൻ എന്നിവർ പരമ്പരാഗതമായ ഒരു ഗ്രൂപ്പ് എന്നതിലുപരി ടാസ്കുകളിലും ഗെയിം പ്ലാനുകളിലും കൂടുതൽ വ്യക്തമായ സഹകരണം കാണിക്കുന്നു. മുൻ ക്യാപ്റ്റന്മാർ പലപ്പോഴും അധികാരം സ്വയം കേന്ദ്രീകരിച്ചപ്പോൾ ഈ ത്രയം ചുമതലകൾ പങ്കുവച്ചും ഓരോരുത്തരുടെയും ശക്തികൾ ഉപയോഗിച്ചും, ഉദാഹരണത്തിന് ടാസ്കുകളിലെ ആര്യന്റെ വീറും നെവിന്റെ കാര്യക്ഷമതയും അക്ബറിന്റെ തന്ത്രപരമായ ഇടപെടലുകളും മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. ഇവരുടെ തീരുമാനങ്ങൾ വ്യക്തിപരമായ ഇഷ്ടങ്ങളെക്കാൾ ഗെയിം താൽപര്യങ്ങൾ മുൻനിർത്തിയാണെന്ന് പലപ്പോഴും തോന്നിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു ടീം എന്ന നിലയിൽ അവരുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഫലപ്രദമാക്കി. 2. ക്യാപ്റ്റൻ ത്രയത്തിന് തുടരാനുള്ള പ്രധാന കാരണം, മെയിൻ റീസൺ ഫോർ ദെയർ എലിജിബിലിറ്റി. ഈ ത്രയം ക്യാപ്റ്റൻ സ്ഥാനത്ത് തുടരാൻ അർഹതയുള്ളതിന്റെ പ്രധാന കാരണം വീടിന്റെ മൊത്തത്തിലുള്ള ക്രമസമാധാനം, ഡിസിപ്ലിൻ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ്. കഴിഞ്ഞ ക്യാപ്റ്റൻസികളിൽ പലപ്പോഴും ടാസ്കുകളിലെ നിയമലംഘനങ്ങളും വീടിനുള്ളിലെ അച്ചടക്കമില്ലായ്മയും പ്രത്യേകിച്ച് കിച്ചൺ ഡ്യൂട്ടികളിൽ ഒരു പ്രശ്നമായിരുന്നു. നെവിൻ - ആര്യൻ, അക്ബർ ത്രയം അവരുടെ വ്യത്യസ്തമായ ശൈലികളുപയോഗിച്ച് നിയമങ്ങൾ പാലിക്കുന്നതിൽ കൂടുതൽ കർശനമായ സമീപനം സ്വീകരിക്കുകയും മറ്റ് മത്സരാർത്ഥികളെ ടാസ്കുകൾ കാര്യക്ഷമമായി പൂർത്തിയാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അവരുടെ ക്യാപ്റ്റൻസി ചില വാദപ്രതിവാദങ്ങളുണ്ടായെങ്കിലും ഗെയിം കൂടുതൽ സജീവമാക്കാനും അച്ചടക്കം ഉറപ്പുവരുത്താനും സഹായിച്ചു. ശ്രദ്ധിക്കുക, ഈ ഗുണങ്ങളും കാരണങ്ങളും ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ പൊതുവായ റിപ്പോർട്ടുകളെയും പ്രേക്ഷക പ്രതികരണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ക്യാപ്റ്റൻ സ്ഥാനം പങ്കിടുന്ന നെവിൻ - ആര്യൻ, അക്ബർ എന്ന ത്രയത്തെക്കുറിച്ചുള്ള ക്യാപ്റ്റൻ ട്രിയോ ചോദ്യത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുപടി നൽകുന്നു. ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായാണ് 3 പേർ ഒരുമിച്ച് ക്യാപ്റ്റൻ സ്ഥാനം പങ്കിടുന്നത് എന്നതാണ് ഈ ക്യാപ്റ്റൻസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 1. പ്രത്യേക ഗുണം, യുണീക് ക്വാളിറ്റി. മുൻ ക്യാപ്റ്റന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഈ ത്രയത്തിൽ കാണുന്ന ഒരു പ്രധാന ഗുണം ക്യാപ്റ്റൻസി ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത നേതൃത്വം, ലീഡർഷിപ്പ് വിതൌട്ട് ഇമ്മ്യൂണിറ്റിയാണ്. സാധാരണയായി ഹൌസ് ക്യാപ്റ്റന്മാർക്ക് ആഴ്ചയിലെ നോമിനേഷനിൽ നിന്ന് മുക്തി ഇമ്മ്യൂണിറ്റി ലഭിക്കാറുണ്ട്. എന്നാൽ ഈ ചരിത്രപരമായ ട്വിസ്റ്റിൽ നെവിൻ, ആര്യൻ, അക്ബർ എന്നിവരെ ക്യാപ്റ്റന്മാരായി പ്രഖ്യാപിച്ചുവെങ്കിലും അവർക്ക് എവിക്ഷൻ മുക്തി, ഇമ്മ്യൂണിറ്റി ഫ്രം എവിക്ഷൻ ലഭിക്കില്ലെന്ന് ബിഗ് ബോസ് പ്രഖ്യാപിച്ചു. ഈ പ്രത്യേക സാഹചര്യം വ്യക്തിപരമായ സുരക്ഷയില്ലാതെ തന്നെ വീടിനെ നയിക്കേണ്ട ഒരു കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ നേതൃത്വത്തിന് ഹൈസ്റ്റേക്സ് ലീഡർഷിപ്പ് അവർക്ക് അവസരം നൽകുന്നു. സ്വന്തം ഗെയിം സുരക്ഷയിലായിരിക്കുമ്പോൾ വീടിനെ നിയന്ത്രിക്കുന്ന മുൻ ക്യാപ്റ്റന്മാരിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. 2. അവിടെ തുടരാൻ അർഹതയുള്ള ഒന്ന് പ്രധാന കാരണം, മെയിൻ റീസൺ ഫോർ ദെയർ എലിജിബിലിറ്റി. ഈ ക്യാപ്റ്റൻ ത്രയം അവിടെ തുടരാൻ അർഹതയുള്ളതിന്റെ പ്രധാന കാരണം വീട്ടിലെ നിയമങ്ങൾ, ഹൌസ്ഹോൾഡ് ഡ്യൂട്ടീസ് നടപ്പിലാക്കുന്നതിൽ അവർ കാണിക്കുന്ന കൂട്ടുത്തരവാദിത്തമുള്ള കണിശതയാണ്. മുൻപ് പലപ്പോഴും ഡ്യൂട്ടി പ്രശ്നങ്ങൾ വീടിനുള്ളിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമായിരുന്നു. എന്നാൽ അക്ബർ, നെവിൻ, ആര്യൻ എന്നിവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും വീട്ടുജോലികൾ കാര്യക്ഷമമായി വിഭജിച്ച് നൽകുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, വീടിന്റെ മൊത്തത്തിലുള്ള അച്ചടക്കം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അവർ കിച്ചൺ ഡ്യൂട്ടി സ്വയം ഏറ്റെടുത്തതായി പ്രഖ്യാപിക്കുകയും അടുക്കള ക്യാപ്റ്റന്മാരുടേതാണ്, ദ കിച്ചൺ ബിലോങ്സ് ടു ദ ക്യാപ്റ്റൻസ് എന്ന് പറയുകയും ചെയ്തു. ഇത് ഡ്യൂട്ടി പ്രശ്നങ്ങളെ ക്യാപ്റ്റൻ തലത്തിൽ കൈകാര്യം ചെയ്യാനുള്ള അവരുടെ താൽപര്യം വ്യക്തമാക്കുന്നു. വീട്ടിലെ മറ്റു മത്സരാർത്ഥികളിൽ ചിലർക്ക് ഡ്യൂട്ടി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഭക്ഷണം നൽകൂ എന്നതുപോലുള്ള കർശനമായ നിലപാടുകൾ എടുക്കാൻ അവർ തയ്യാറായെന്ന റിപ്പോർട്ടുകളും ഉണ്ട്. ചുരുക്കത്തിൽ, സ്വന്തം സുരക്ഷയില്ലാത്തപ്പോഴും വീടിന്റെ അച്ചടക്കം ഉറപ്പാക്കാനുള്ള കൂട്ടുത്തരവാദിത്തത്തോടെയുള്ള ഈ കണിശതയാണ് ഈ ത്രയം ക്യാപ്റ്റൻസിയിൽ തുടരാൻ അർഹതയുള്ളതിന്റെ പ്രധാന കാരണം. ചോദ്യങ്ങൾ: ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ക്യാപ്റ്റൻ ത്രയം നെവിൻ, ആര്യൻ, അക്ബർ മറ്റ് മത്സരാർത്ഥികളായ അനുമോൾ, ആദില, നൂറ എന്നിവരുമായുള്ള ബന്ധത്തെക്കുറിച്ചും തർക്കങ്ങളെക്കുറിച്ചുമുള്ളതാണ്. ലഭ്യമായ വിവരങ്ങളെയും പൊതുവായ റിപ്പോർട്ടുകളെയും അടിസ്ഥാനമാക്കിയുള്ള ഉത്തരങ്ങൾ താഴെ നൽകുന്നു. Q1. മലയാളം ബിഗ് ബോസ് സീസൺ 7-ൽ പുതിയ ട്രിയോ ക്യാപ്റ്റൻസ് നെവിൻ, ആര്യൻ, അക്ബർ വന്നതിനുശേഷം അനുമോൾ, അധില, നൂറ എന്നിവർക്ക് ഇവരെ ഇഷ്ടമല്ലാത്തത് എന്തുകൊണ്ടാണ്? ക്യാപ്റ്റൻ ത്രയമായ നെവിൻ, ആര്യൻ, അക്ബർ എന്നിവർക്കെതിരെ അനുമോൾ, ആദില, നൂറ എന്നിവർക്ക് അനിഷ്ടം തോന്നുന്നതിനു പിന്നിലെ പ്രധാന കാരണം അച്ചടക്കത്തിന്റെ പേരിൽ ക്യാപ്റ്റന്മാർ നടപ്പിലാക്കുന്ന കർശനമായ നിലപാടുകളും വ്യക്തിപരമായ ഗെയിം അസ്വാരസ്യങ്ങളുമാണ്. അനുമോൾക്ക് നേരത്തെ തന്നെയുള്ള വ്യക്തിപരമായ തർക്കങ്ങളാണ് പ്രധാന കാരണം. നെവിൻ അനുമോളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചതും അതിന് അക്ബർ പിന്തുണ നൽകിയതും
മറ്റു മത്സരാർത്ഥികൾ ഇത് ഏറ്റുപിടിച്ചതും അനുമോളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. നൂറയ്ക്ക് വീട്ടിലെ ഡ്യൂട്ടികളുമായി ബന്ധപ്പെട്ട ക്യാപ്റ്റന്മാരുടെ കർശന നിലപാടുകളാണ് നൂറയെ ചൊടിപ്പിച്ചത്. ഇന്ന് ഡ്യൂട്ടി ചെയ്താലേ ഭക്ഷണം തരൂ എന്ന് അക്ബർ പറഞ്ഞതിനോട് നൂറ് ശക്തമായി പ്രതികരിച്ചു. ഇത് വലിയ വാക്ക് തർക്കത്തിലേക്ക് നയിച്ചു. ആദിലയുടെ ഭാഗത്തുനിന്നുള്ള അനിഷ്ടം ക്യാപ്റ്റൻസി ലഭിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള നോമിനേഷനിൽ പ്രകടമായിരുന്നു. അക്ബറിനെതിരെ നോമിനേറ്റ് ചെയ്ത ആദില ഗ്രൂപ്പിൽ മാത്രം വിജയിക്കുന്ന വ്യക്തിയാണ് അക്ബർ എന്നും വ്യക്തിഗത ഗെയിം കളിക്കാൻ കഴിവില്ല എന്നും ആരോപിച്ചു. അതായത് ഈ ത്രയത്തെ ഒരു കൂട്ടായ ശക്തിയായി ആദില വിലയിരുത്തുന്നു. പൊതുവായ കാരണം ഈ ത്രയം സ്വന്തം സുരക്ഷ, ഇമ്മ്യൂണിറ്റി ഇല്ലാതെ തന്നെ വീടിനുള്ളിൽ അച്ചടക്കം ഉറപ്പാക്കാൻ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ചില മത്സരാർത്ഥികൾ ഇതിനെ അധികാര ദുർവിനിയോഗമായോ അല്ലെങ്കിൽ അനാവശ്യമായ നിയന്ത്രണമായോ കണ്ടേക്കാം. Q2 ട്രിയോ ക്യാപ്റ്റൻ സിസ്റ്റം വന്നതിനുശേഷം ഇവർ ഹൌസ് ഡ്യൂട്ടികളിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയതിന്റെ കാരണമെന്താണ്? അനുമോൾ, ആദില, നൂറ അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികൾ ഹൌസ് ഡ്യൂട്ടികളിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയെങ്കിൽ അതിന് താഴെ പറയുന്ന കാരണങ്ങളുണ്ടാകാം. ക്യാപ്റ്റൻസിയുടെ കണിശതയോടുള്ള പ്രതിഷേധം. പുതിയ ക്യാപ്റ്റൻ ത്രയം ഡ്യൂട്ടികളുടെ കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിച്ചതിനാൽ അതിനോടുള്ള പ്രതിഷേധമായി ചിലർ ഡ്യൂട്ടികളിൽ നിന്ന് വിട്ടുനിന്നേക്കാം. ഉദാഹരണത്തിന്, നൂറയുമായുള്ള തർക്കത്തിൽ ഡ്യൂട്ടി ചെയ്താൽ മാത്രമേ ഭക്ഷണം തരൂ എന്ന അക്ബറിന്റെ നിലപാടിനെ തുടർന്ന് അനീഷ് അടക്കമുള്ള ചിലർ എങ്കിൽ എനിക്കും ഭക്ഷണം വേണ്ട എന്ന് പറയുകയുണ്ടായി. ഡ്യൂട്ടി വിഭജനത്തിലെ അതൃപ്തി. ക്യാപ്റ്റന്മാർ നൽകിയ ഡ്യൂട്ടി വിഭജനത്തിൽ അസംതൃപ്തിയുണ്ടായേക്കാം. ക്യാപ്റ്റൻ ത്രയം കിച്ചൺ ഡ്യൂട്ടി സ്വയം ഏറ്റെടുത്തത് ഡ്യൂട്ടി ചെയ്യുന്നതിലെ നീതിയെ ചോദ്യം ചെയ്യാൻ ചിലർക്ക് കാരണമായേക്കാം. ഗെയിം സ്ട്രാറ്റജി. ഇത് ക്യാപ്റ്റന്മാരെ പ്രകോപിപ്പിക്കാനും അവരുടെ ശ്രദ്ധ മാറ്റാനും ലക്ഷ്യമിട്ടുള്ള ഒരു ഗെയിം തന്ത്രത്തിന്റെ ഭാഗമായിരിക്കാം. ക്യാപ്റ്റൻ ത്രയം പരാജയപ്പെട്ടാൽ അവർക്ക് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നതിനാലും അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. Q3 ഇവർക്കിത് സ്വകാര്യമായ അസൂയയോ അല്ലെങ്കിൽ ട്രിയോ ക്യാപ്റ്റൻസ് എങ്ങനെയെങ്കിലും ഫെയിലാക്കണം എന്ന ഗൂഢലക്ഷ്യമോ? അനുമോൾ, നൂറ, ആദില എന്നിവരുടെ ഈ പെരുമാറ്റം അസൂയയും ഗെയിം തന്ത്രങ്ങളും ഉൾപ്പെടുന്ന ഒരു സങ്കീർണമായ പ്രതികരണമായി കോംപ്ലക്സ് റിയാക്ഷൻ കണക്കാക്കാം. അസൂയ, എൻവി. അനുമോൾക്കും നൂറയ്ക്കും ഇതുവരെ ക്യാപ്റ്റനാകാൻ സാധിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ 3 പേർക്ക് ഒരുമിച്ച് ക്യാപ്റ്റൻസി കിട്ടിയതിലുള്ള വ്യക്തിപരമായ അസന്തുഷ്ടി സ്വാഭാവികമാണ്. ഈ അസൂയ ക്യാപ്റ്റന്മാരുമായി സഹകരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചേക്കാം. നെവിനുമായുള്ള മുൻകാല തർക്കങ്ങൾ കാരണം വ്യക്തിപരമായ ഇഷ്ടക്കേട് അഥവാ അസൂയ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. ഗൂഢലക്ഷ്യം. ഗെയിം സ്ട്രാറ്റജി. കൺസ്പിറസി. ഗെയിം സ്ട്രാറ്റജി. ഈ ക്യാപ്റ്റൻ ത്രയത്തിന് എവിക്ഷൻ ഇമ്മ്യൂണിറ്റിയില്ല. അതുകൊണ്ടുതന്നെ ഇവരുടെ ക്യാപ്റ്റൻസി മോശമായാൽ, ഉദാഹരണത്തിന് ഡ്യൂട്ടികൾ നടക്കാതെ വന്നാൽ, അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ ഇവരെ ലക്ഷ്യമിടാൻ മറ്റു മത്സരാർത്ഥികൾക്ക് എളുപ്പമാകും. ഈ ക്യാപ്റ്റൻസിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഗെയിമിന്റെ തന്ത്രപരമായ ഒരു നീക്കമാണ്, സ്ട്രാറ്റജിക് മൂവ്. ഇത് ത്രയത്തെ എങ്ങനെയെങ്കിലും ഫെയിലാക്കണം എന്ന ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായിരിക്കാം. ആദിലയുടെ നോമിനേഷൻ വാദങ്ങൾ സൂചിപ്പിക്കുന്നത് അവൾ ഈ ത്രയത്തെ ഒരു ശക്തമായ ഗെയിം ഗ്രൂപ്പായി കാണുന്നുവെന്നും ആ ഗ്രൂപ്പിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നുമാണ്. ഈ സാഹചര്യത്തിൽ എതിർപ്പുകൾ വ്യക്തിപരമായ വികാരങ്ങളിൽ, അസൂയ, അനിഷ്ടം നിന്ന് ഉടലെടുക്കുന്നതും എന്നാൽ ഗെയിമിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതുമാകാനാണ് സാധ്യത.